ഹിഡൻ ലവ് എന്ന ഡ്രാമയുടെ 11ാമത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ മിങ്ങിനൊപ്പം സിനിമയ്ക്ക് പോയ സാക്ഷി സിനിമ കഴിഞ്ഞിറങ്ങിയപ്പോൾ അവൻ ബാത്റൂമിൽ പോയ ടൈമിൽ വെയിറ്റ് ചെയ്യുമ്പോഴാണ് മുമ്പ് ജാഷു അവൾക്ക് എടുത്തു നൽകിയതുപോലെയുള്ള പാവകൾ ക്ലോ മെഷീനിൽ കിടക്കുന്നത് കണ്ടത്. അത് കണ്ടപ്പോൾ നൊസ്റ്റാൾജി അടിച്ച് അവൾ അതിൽ നിന്ന് അതുപോലെ ഒരെണ്ണം എടുക്കാൻ ട്രൈ ചെയ്ത് നോക്കുന്നു. കുറേ തവണ ട്രൈ ചെയ്ത് ഫെയിലായി നിൽക്കുന്ന സമയത്താണ് മിങ് തിരികെ എത്തിയത്. അവൾ അതെടുക്കാൻ ഇത്ര കാര്യമായി ശ്രമിക്കുന്നത് കണ്ട് മറ്റൊരു മെഷീനിൽ നിന്ന് അവനും അതേപോലെ ഒരെണ്ണം എടുക്കാനായി ട്രൈ ചെയ്യുന്നു. അല്പസമയത്തിനുള്ളിൽ തന്നെ അവൻ ഒരെണ്ണം എടുക്കുന്നുണ്ട്. പക്ഷെ അതേസമയത്ത് തന്നെ അവൾക്കും അതെടുക്കാൻ കഴിയുന്നു. അതുകൊണ്ട് അവനെടുത്തത് അവന് തന്നെ കൊണ്ടുപോകേണ്ടി വരുന്നു. തനിക്ക് നൽകാൻ വേണ്ടിയാണ് അവൻ എടുത്തതെന്ന് അവൾക്ക് മനസ്സിലാകുന്നില്ല. രണ്ടുപേർക്കും ഓരോന്ന് കിട്ടിയതിൽ അവൾ സന്തോഷിക്കുന്നു. ഒരുമിച്ച് ഡിന്നർ കഴിക്കുന്ന കാര്യം അവൻ പറഞ്ഞെങ്കിലും ഇപ്പോൾ തന്നെ ഒരുപാട് വൈകി. ഞാൻ ഹോസ്റ്റലിൽ ചെന്നിട്ട് കഴിച്ചോളാം എന്ന് പറഞ്ഞ് അവൾ ഒഴിയുന്നു. കോളേജിലെത്തിയപ്പോൾ ക്യാൻറ്റീനിൽ നിന്ന് ഒരുമിച്ച് കഴിച്ചാലോ എന്നവൻ ചോദിച്ചെങ്കിലും അപ്പോഴും അവൾ ഒഴിഞ്ഞു മാറുന്നു. അപ്പോഴേക്കും അവളുടെ റൂംമേറ്റ്സ് 3 പേരും കൂടി അവരുടെ അടുത്തേക്ക് വരുന്നുണ്ട്. ന്യൂ ഇയർ ദിവസം വൈകുന്നേരം സെൻട്രൽ പ്ലാസയിൽ ഒരുമിച്ച് സെലിബ്രേറ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഓൺലൈനിൽ ഒരുപാട് പേർ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. നല്ല കുറേ ഫോട്ടോസ് എടുക്കാൻ പറ്റും, നമുക്ക് പോയാലോ എന്ന് വേവേ അവളെ കണ്ടപ്പോഴേ ചോദിക്കുന്നു. അവിടെ ഒരുപാട് ആളുകൾ കാണില്ലേ, നല്ല തിരക്കായിരിക്കും എന്ന് സാക്ഷി പറഞ്ഞപ്പോൾ അത് തന്നെയാണ് ഞാനും പറഞ്ഞത്. പക്ഷെ അവൾ കേൾക്കണ്ട എന്ന് യൂഷിനും പറയുന്നു. അപ്പോഴാണ് വേവേ മിങ്ങിനോട് ഞങ്ങൾക്കൊപ്പം വരുന്നതെന്ന് ചോദിച്ചു. വരാമെന്ന് അവൻ സമ്മതിക്കുന്നുണ്ട്. അതിനുശേഷം അവൻ ബൈ പറഞ്ഞ് റൂമിലേക്ക് പോകുന്നു. ഈ പാവ അവനാണോ നിനക്ക് എടുത്തതെന്ന് മുന്നോട്ട് നടക്കുന്ന കൂട്ടത്തിൽ വേവേ ചോദിക്കുന്നു. ഇത് ഞാൻ തന്നെ എടുത്തതാണെന്ന് സാക്ഷി പറഞ്ഞപ്പോൾ മിങ് ആളെങ്ങനെയുണ്ട്, അവൻ നല്ലവനാണെന്നാണ് എനിക്ക് തോന്നുന്നത്, കാണാനും സുന്ദരനാണ്, നീ പറഞ്ഞ ആ ചേട്ടൻ ഇത്രയും വരെ സാധ്യതയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് വേവേ മുന്നോട്ട് നടന്നത്. ന്യൂ ഇയർ ദിവസം വൈകുന്നേരം എല്ലാവരും കൂടി നേരത്തെ പ്ലാൻ ചെയ്ത് ഉറപ്പിച്ചതുപോലെ സെൻട്രൽ പ്ലാസയിലേക്ക് പോകാൻ റെഡിയാവുകയാണ്. പക്ഷെ സാക്ഷി മാത്രം പോകുന്നില്ല. തിരക്കുള്ള സ്ഥലങ്ങളിലേക്ക് പോകാൻ അവൾക്ക് താല്പര്യമില്ല. മാത്രമല്ല അവിടെ ഇപ്പോൾ നല്ല തണുത്ത കാലാവസ്ഥയുമാണ്. അതുകൊണ്ട് വരുന്നില്ല എന്ന് പറഞ്ഞ അവൾ റൂമിൽ തന്നെ ചടഞ്ഞുകൂടിയിരിക്കുകയാണ്. ഞാൻ അവസാനമായി ചോദിക്കുകയാണ്, നീ വരുന്നുണ്ടെന്ന് വേവേ വീണ്ടും ചോദിച്ചപ്പോൾ അവൾ വരുന്നില്ല എന്ന് പറഞ്ഞതല്ലേ, നീ പിന്നെയും എന്തിനാണ് നിർബന്ധിക്കുന്നതെന്ന് ചോദിച്ച് യൂഷിൻ വഴക്ക് പറയുന്നു. അപ്പോഴാണ് പതിവിന് വിപരീതമായി അത്യാവശ്യം നന്നായി ഒരുങ്ങി വാങ് അങ്ങോട്ടേക്ക് വന്നത്. അവൾ അങ്ങനെയുള്ള ഡ്രസ്സ് ധരിക്കുന്നതും ഒരുങ്ങുന്നതുമൊക്കെ ആദ്യമായതുകൊണ്ട് എല്ലാവരും അവളെക്കുറിച്ച് അത്ഭുതത്തോടെ നോക്കുന്നുണ്ട്. നീ എന്നോട് മത്സരിക്കാനുള്ള പുറപ്പാടാണോ? ഞാൻ ഈ ഡ്രസ്സ് മാറ്റി കുറച്ചുകൂടി ഭംഗിയുള്ള ഡ്രസ്സ് ഇടാൻ പോവുകയാണെന്ന് പറഞ്ഞ് വേവേ അവളുടെ ഡ്രസ്സ് മാറാൻ പോകുന്നുണ്ടെങ്കിലും നീ തന്നെയാണ് ഏറ്റവും സുന്ദരി എന്ന് പറഞ്ഞ് യൂഷിൻ അവൾ തടയുന്നു. ധരിച്ചിരിക്കുന്ന ഡ്രസ്സിന് ഇറക്കം കുറവായതുകൊണ്ട് വാങ്ങിന് അത് ചേഞ്ച് ചെയ്തതിൽ കൊള്ളാമെന്ന് തോന്നുന്നുണ്ടെങ്കിലും നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞ് അവർ സമ്മതിക്കുന്നില്ല. അങ്ങനെ അവർ 3 പേരും കൂടി സാങ്ഷിക്ക് ന്യൂ ഇയർ വിഷ് ചെയ്തിട്ട് ആഘോഷിക്കാനായി പോകുന്നു. മിങ്ങും ഷെങ്ങും അവരുടെ ഹോസ്റ്റലിന് പുറത്ത് വെയിറ്റ് ചെയ്യുകയാണ്. മിങ് സാങ്ഷിക്ക് നൽകാനായി എന്തോ ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. അവർ തമ്മിൽ എന്തോ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെൺകുട്ടികൾ 3 പേരും പുറത്തേക്ക് വന്നത്. ഷെങ്ങിനെ പറ്റിക്കാൻ വേണ്ടി വേവേ അവൻ്റെ പുറകിലൂടെയാണ് ചെന്നത്. വാങ് ഗ്ലാസ് ധരിക്കാതെ വന്നത് മിങ് ശ്രദ്ധിക്കുന്നു. അതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ കണ്ണട വെക്കാതിരുന്നപ്പോൾ അവൾ കുറച്ചുകൂടി സുന്ദരിയായും തോന്നില്ലേ എന്ന് യൂഷിൻ ചോദിക്കുന്നു. അവനും ഇത് സമ്മതിച്ചു കൊടുക്കുന്നു. കുറച്ചുകൂടി കോൺഫിഡൻസോടെ നിൽക്കാൻ യൂഷിൻ അവളോടും പറയുന്നുണ്ട്. സാക്ഷി വന്നില്ല എന്നറിഞ്ഞപ്പോൾ മിങ് നിരാശനാകുന്നു. അവൾക്ക് വേണ്ടി വാങ്ങിയ ഗിഫ്റ്റ് ആരും കാണാതെ അവൻ പോക്കറ്റിൽ വെക്കുന്നു. അങ്ങനെ അവരെല്ലാം കൂടി സെലിബ്രേഷന് പോകുന്നു. സാക്ഷി കഴിക്കാനായി നൂഡിൽസ് വരുത്തിച്ച് അത് കഴിക്കാൻ തുടങ്ങുമ്പോഴാണ് ജാഷു അവളുടെ ഫോണിലേക്ക് വിളിച്ചിട്ട് ഡിന്നർ കഴിക്കാൻ ക്ഷണിച്ചത്. കമ്പനി ഡിന്നറുണ്ട്, ഫാമിലിയെ കൂടി കൊണ്ടുപോകാൻ പറ്റും എന്ന് പറഞ്ഞാണ് അവൻ ക്ഷണിച്ചത്. ഞാനെന്താ നിന്റെ ഫാമിലിയാണെന്ന് മനസ്സിൽ പറഞ്ഞെങ്കിലും അവൾ അത് ചോദിക്കുന്നില്ല. വരുന്നില്ല എന്ന് പറഞ്ഞ് ഒഴിയാൻ നോക്കുന്നു. ഹോസ്പിറ്റലിൽ വെച്ച് കാണിച്ച തമാശയുടെ പിണക്കം തീർക്കാൻ വേണ്ടി സീൻ ഉപദേശിച്ചനുസരിച്ചാണ് ജാഷു അവളെ ഡിന്നറിന് ക്ഷണിച്ചത്. അതുകൊണ്ട് തന്നെ അവൾ പല എക്സ്ക്യൂസും പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ നോക്കിയെങ്കിലും അവൻ വിടുന്നില്ല. അവസാനം കൂടെ ചെല്ലാമെന്ന് അവൾക്ക് സമ്മതിക്കേണ്ടി വരുന്നു. അങ്ങനെ അവൻ ഹോസ്റ്റലിൽ ചെന്ന് അവളെയും കൊണ്ട് ഡിന്നർ കഴിക്കാനായി പോകുന്നു. ഫ്രണ്ട്സിനൊപ്പം പോകാതിരുന്ന എന്താണ്, അവരുമായി എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ അവളോട് ചോദിക്കുന്നു. പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല, തിരക്കുള്ള സ്ഥലത്തേക്ക് പോകാൻ എനിക്ക് ഇഷ്ടമല്ല, മാത്രമല്ല നല്ല തണുത്ത കാലാവസ്ഥയുമാണല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഒഴിഞ്ഞത് എന്ന് അവൾ പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ തന്നെ നീ സമ്മതിച്ചല്ലോ, അതെന്താണ് എന്ന് അവൻ ചോദിക്കുന്നു. ചേട്ടനോട് ഞാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ജാട കാണിക്കുകയാണെന്ന് വിചാരിക്കും, അതുകൊണ്ടാണ് വരാമെന്ന് ഞാൻ സമ്മതിച്ചതെന്ന് അവൾ പറയുന്നു. ഞാൻ വെറുതെ തമാശ പറഞ്ഞതാണ്, നീ ഇത്ര സീരിയസ് ആക്കേണ്ട കാര്യമില്ല എന്നവൻ ഒരു ചിരിയോടെ പറയുന്നു. പിന്നെ ഹോസ്പിറ്റലിൽ വെച്ച് നടന്നതൊന്നും നീ സീരിയസ് ആയി എടുക്കരുത്, അതിന് ക്ഷമ പറയാൻ കൂടിയാണ് ഞാൻ നിന്നെ വിളിപ്പിച്ചത് എന്നവൻ പറയുന്നു. ക്ഷമ പറയേണ്ട ആവശ്യമൊന്നുമില്ല, അതത്ര വലിയ കാര്യമൊന്നുമല്ല, മാത്രമല്ല അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ കുറേ ദിവസമായില്ലേ എന്നവൾ പറയുന്നു. പിന്നെയും അവർ കുറേ സംസാരിക്കുന്നുണ്ട്. ആ സമയത്താണ് ജിയാങ് അവളുടെ ഒരു ഫ്രണ്ടുമായി അവിടേക്ക് വന്നത്. ജാഷു ഒരു പെണ്ണിൻ്റെ ഒപ്പം ഇരുന്ന് ഫുഡ് കഴിക്കുന്നത് കണ്ട് അവൾ അടുത്തേക്ക് ചെന്ന് പ്രശ്നമുണ്ടാക്കുന്നു. ഞാൻ വിളിച്ചിട്ട് നീ എന്താണ് ഫോൺ എടുക്കാതിരുന്നത് എന്നവൾ ചോദിച്ചപ്പോൾ ഇനി നമ്മൾ തമ്മിൽ കോൺടാക്ട് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് ഞാൻ പറഞ്ഞതല്ലേ എന്നവൻ ചോദിക്കുന്നു. ദേഷ്യം സഹിക്കാതെ വയ്യാതെ അവൾ അവൻ്റെ മുന്നിലുണ്ടായിരുന്ന ഗ്ലാസ്സിലെ വെള്ളമെടുത്ത് അവൻ്റെ മുഖത്തേക്ക് ഒഴിക്കുന്നു. സാക്ഷി അത് കണ്ടൊന്ന് ഷോക്കായെങ്കിലും അടുത്ത സെക്കൻഡിൽ അവളുടെ മുന്നിൽ ഇരിപ്പുണ്ടായിരുന്ന വെള്ളമെടുത്ത് അവൾ ജിയാങ്ങിൻ്റെ മുഖത്തേക്ക് ഒഴിക്കുന്നു. നീ ആരാണ്, നീ എന്തിനാണ് ഇങ്ങനെ ചെയ്തത്, ഞാൻ എന്തുകൊണ്ടാണ് അവൻ്റെ മുഖത്തേക്ക് വെള്ളം ഒഴിച്ചത് നിനക്കറിയാമോ എന്നൊക്കെ അവളോട് ചോദിക്കുന്നു. നിന്റെ റീസൺ എന്തായാലും എനിക്കതറിയേണ്ട കാര്യമില്ല, അവനെ ആരും ഉപദ്രവിക്കാൻ ഞാൻ സമ്മതിക്കില്ല, ആരെങ്കിലും അതിന് ശ്രമിച്ചാൽ ഞാൻ അതിനുള്ള പ്രതിഫലം തന്നിരിക്കുമെന്ന് സാക്ഷി പറയുന്നു. ജിയാങ് ആകെ കലിയേറിയതുപോലെ അവളെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അപ്പോഴേക്കും ജാഷു ഇടപെടുന്നു. അവനവളുടെ കയ്യിലിരുന്ന പാത്രം വാങ്ങി നിരത്തേക്കെറിഞ്ഞിട്ട് നീ ഇത് എന്തുദ്ദേശിച്ചാണ് ഇറങ്ങിയിരിക്കുന്നത് എന്ന് ചോദിക്കുന്നു. ഇവൾ ആരാണ്, നീ എനിക്ക് തരാനുള്ളതെല്ലാം തന്നു കഴിഞ്ഞു, അതുകൊണ്ട് നിന്റെ കടം തീർന്നു എന്ന് വിചാരിക്കേണ്ട, ഈ ജന്മം മുഴുവൻ എന്നോട് കടക്കാരനായിരിക്കും എന്നൊക്കെ ജിയാങ് വിളിച്ച് പറയുന്നുണ്ട്. അപ്പോഴേക്കും അവിടുത്തെ സ്റ്റാഫ് വന്ന് അവളെ അവിടെ നിന്ന് പറഞ്ഞയക്കുന്നു. അവിടെ ഉണ്ടായിരുന്നവരെല്ലാം ശ്രദ്ധിക്കുന്നതുകൊണ്ട് സാക്ഷി വേഗം ജാഷുവിനെ വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് പുറത്തേക്ക് പോകുന്നു. തിരക്കൊന്നുമില്ലാത്തൊരു സ്ഥലത്തേക്ക് ചെന്നപ്പോഴാണ് അവൾ നിന്നത്. അവൻ്റെ കോട്ട് കയ്യിലേക്ക് കൊടുത്തിട്ട് ധരിക്കാൻ പറയുന്നു. ഷാൾ കൊണ്ട് മുഖത്തെ വെള്ളമൊക്കെ തുടച്ചു കൊടുത്തിട്ട് അത് അവൻ്റെ കഴുത്തിൽ കൂടി ചുറ്റി കൊടുക്കുന്നു. അതിനുശേഷമാണ് അവൾ കോട്ട് ധരിച്ചത്. കൂട്ടത്തിൽ ആ പെണ്ണ് ഏതാണെന്ന് ചോദിക്കുന്നുമുണ്ട്. അത്രയ്ക്ക് പ്രാധാന്യമുള്ള ആരുമല്ല.
എൻ്റെ അച്ഛൻ്റെ ഒരു കടക്കാരിയാണ് എന്ന് അവൻ പറയുന്നു. മുമ്പ് അവൻ്റെ വീട്ടിൽ സാധനങ്ങളൊക്കെ എടുക്കാൻ പോയ സമയത്ത് അവിടെ വെച്ച് അവളെ കണ്ട കാര്യം ഇപ്പോഴാണ് സാക്ഷി ഓർത്തത്. അവിടെ വെച്ച് അവളെ കണ്ട കാര്യം അവൾ അവനോട് പറയുന്നു. ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ അവൾ ചേട്ടൻ്റെ അച്ഛൻ്റെ കടക്കാരിയാണ്, അതിന് ചേട്ടൻ അവളുടെ ഉപദ്രവത്തിന് നിന്ന് കൊടുക്കേണ്ട കാര്യമില്ല എന്ന് സാക്ഷി പറഞ്ഞപ്പോൾ അങ്ങനെ എന്നെ ആരും ഉപദ്രവിക്കാറില്ല എന്നവൻ ചിരിച്ചുകൊണ്ട് പറയുന്നു. ചൂടുവെള്ളം മുഖത്തേക്ക് വീണതുകൊണ്ട് അവൻ്റെ മുഖം ചെറുതായി പൊള്ളിയിരിക്കുന്നത് അപ്പോഴാണ് അവൾ കണ്ടത്. കയ്യിലുണ്ടായിരുന്നൊരു മരുന്നെടുത്ത് അവൾ അവിടെ പുരട്ടി കൊടുക്കുന്നു. അവളുടെ കെയറിങ് അവൻ്റെ മനസ്സിൽ തൊടുന്നുണ്ട്. മരുന്ന് പുരട്ടി കഴിഞ്ഞപ്പോൾ നേരത്തെ ഇടപെട്ട് സഹായിച്ചതിന് അവൻ അവളോട് നന്ദി പറയുന്നു. അപ്പോഴാണ് അവിടെ മഞ്ഞ് പെയ്യാൻ തുടങ്ങിയത്. രണ്ടുപേരും വളരെ കൗതുകത്തോടെ അത് നോക്കുന്നു. സാക്ഷി തിരിഞ്ഞത് നോക്കുന്നിടയിൽ ജാഷു അവളുടെ തലയിൽ തൊടാനായി അറിയാതെ കൈ ഉയർത്തി പോകുന്നുണ്ട്. പക്ഷെ അപ്പോഴേക്കും അവൾ തിരിഞ്ഞു നോക്കുന്നു. അവൾ അവിടെ നിന്ന് കുറച്ച് മുന്നോട്ട് നടന്ന് കൈകൾ കൂപ്പി നിന്നെന്തോ ആഗ്രഹം മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. ആദ്യത്തെ മഞ്ഞ് പെയ്യുമ്പോൾ അങ്ങനെ എന്തെങ്കിലും ആഗ്രഹിച്ചാൽ അത് സാധിക്കുമെന്നാണ് അവരുടെ വിശ്വാസം. ജാഷുവിൻ്റെ അടുത്ത് നിന്ന് എല്ലാ മോശം കാര്യങ്ങളും അകന്നു പോകണം, അവൻ്റെ ഒപ്പം ആരെങ്കിലും കൂട്ടിനുണ്ടാകണം, ആ ഒരാൾ ഞാനായിരിക്കണം എന്നൊക്കെയാണ് അവൾ ആഗ്രഹിച്ചത്. കണ്ണു തുറന്നപ്പോൾ അവൻ അടുത്ത് നിൽക്കുന്ന കണ്ട് ചേട്ടൻ ഒന്നും ആഗ്രഹിക്കുന്നില്ലേ, ഇത് ഈ വർഷത്തെ ആദ്യത്തെ മഞ്ഞല്ലേ എന്നവൾ ചോദിക്കുന്നു. ഇഹയിൽ എല്ലാ വർഷവും മഞ്ഞ് പെയ്യാറില്ല, ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്താണ് ഇതിനു മുമ്പ് ഇവിടെ മഞ്ഞ് പെയ്തിട്ടുള്ളത് എന്നവൻ പറഞ്ഞപ്പോൾ അപ്പോൾ ഞാൻ ലക്കിയാണ് എന്നവൾ പറയുന്നു. നിന്റെ ഒപ്പം ഇത് കാണാനുള്ള ഭാഗ്യം എനിക്കും ഉണ്ടായില്ലേ, അതുകൊണ്ട് ഞാൻ ലക്കിയാണെന്ന് അവനും പറയുന്നു. അതിനുശേഷം അവനും കണ്ണടച്ചെന്ന് പ്രാർത്ഥിക്കുന്നു. സാക്ഷി എപ്പോഴും നല്ല സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഇരിക്കണം എന്നാണ് അവൻ ആഗ്രഹിച്ചത്. അവൻ കണ്ണു തുറന്നപ്പോൾ എന്താണ് ആഗ്രഹിച്ചതെന്ന് അവൾ ചോദിക്കുന്നു. ആരോടെങ്കിലും പറഞ്ഞാൽ ആഗ്രഹം സാധിക്കില്ല എന്ന് പറഞ്ഞിട്ട് നീ എന്താണ് ആഗ്രഹിച്ചതെന്ന് അവൻ അവളോട് ചോദിക്കുന്നു. അവളും അതേ എക്സ്ക്യൂസ് തന്നെ പറയുന്നു. അതിനുശേഷം അവൾ കുറച്ചു നേരം അവിടെ നിന്ന് മഞ്ഞിൽ കളിക്കുന്നുണ്ട്. അവൻ ഇത്ര നാളും ഇല്ലാത്ത ഒരു രീതിയിൽ അവളെ നോക്കിക്കൊണ്ട് നിൽക്കുന്നത് കാണാം. അവളുടെ ഫ്രണ്ട്സും ഈ സമയം മഞ്ഞ് പെയ്യുന്നത് കണ്ട് കണ്ണടച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു. കണ്ണു തുറന്നു കഴിഞ്ഞപ്പോൾ നിങ്ങൾ എന്താണ് ആഗ്രഹിച്ചതെന്ന് വേവേ എല്ലാവരോടും ചോദിക്കുന്നു. നമ്മളെന്നും ഒരുമിച്ചായിരിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചത് എന്ന് പറഞ്ഞ് ഷെൻ അവളുടെ അടുത്തേക്ക് ചെല്ലുന്നു. നിന്റെ പഞ്ചാരടി ഇപ്പോഴും കേൾക്കാൻ ഇടവരില്ല എന്നാണ് ഞാൻ പ്രാർത്ഥിച്ചെന്ന് യൂഷിൻ തമാശയെ പറയുന്നു. നിനക്ക് അത്രയ്ക്ക് സഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നീയും എത്രയും പെട്ടെന്ന് ഒരു ബോയ് ഫ്രണ്ടിനെ കണ്ടുപിടിക്കാൻ നോക്ക് എന്ന് വേവേ ഷെന്നെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവളോട് പറയുന്നു. അതിനുശേഷം അവൾ വാങ്ങിൻ്റെ അടുത്തേക്ക് ചെന്ന് അവൾ എന്താണ് ആഗ്രഹിച്ചതെന്ന് ചോദിക്കുന്നു. മിങ് നിൽക്കുന്നിടത്തേക്ക് നോക്കുന്നുണ്ടെങ്കിലും എനിക്കങ്ങനെ പ്രത്യേകിച്ച് ആഗ്രഹങ്ങളൊന്നുമില്ലായിരുന്നു എന്നാണ് വാങ് പറഞ്ഞത്. സത്യത്തിൽ ആദ്യം മുതൽ അവൾക്ക് മിങ്ങിനോടൊരു സീക്രട്ട് ക്രഷുണ്ട്, പക്ഷെ അവൾക്കത് പറയാനുള്ള ധൈര്യമില്ല. ബാക്കിയുള്ളവർ ഭക്ഷണം കഴിഞ്ഞാൽ പോയിരുന്നപ്പോഴും അവൾ അവിടെ നിന്ന് ഫോട്ടോസ് എടുക്കുകയാണ്. ആ സമയത്ത് മിങ്ങും അവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. നീ എന്താണ് ആഗ്രഹിച്ചതെന്ന് അവൾ അവനോട് ചോദിക്കുന്നു. ആദ്യം അവൻ പറയാൻ മടിക്കുന്നു. ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയണ്ട എന്നവൾ പറഞ്ഞപ്പോൾ ബുദ്ധിമുട്ടൊന്നുമില്ല എന്ന് പറഞ്ഞ് അവൻ പറയുന്നുണ്ട്. ഞാൻ ഇഷ്ടപ്പെടുന്ന പെൺകുട്ടി ഇന്ന് എന്തെങ്കിലും ആഗ്രഹിക്കണമെന്നും അവളുടെ ആഗ്രഹം സഫലമാകണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചത് എന്നവൻ പറയുന്നു. അവൻ ആരെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ വാങ്ങിന് ചെറിയ വിഷമം തോന്നുന്നുണ്ടെങ്കിലും നീ ഇഷ്ടപ്പെടുന്ന പെൺകുട്ടി എന്തായാലും ഭാഗ്യവതിയാണ് എന്നവൾ പറയുന്നു. അതിനുശേഷം അവരും ഭക്ഷണം കഴിക്കാൻ പോകുന്നു. ജാഷു എന്ന റൂമിനടുത്തെത്തിയപ്പോൾ ജിയാങ് അവനെ വെയിറ്റ് ചെയ്ത് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അവൻ അവളെ മൈൻഡ് ചെയ്ത് അകത്തേക്ക് കയറി പോകാൻ തുടങ്ങിയെങ്കിലും അവൾ അവൻ്റെ കയ്യിൽ കയറി പിടിച്ചിട്ട് നേരത്തെ ഞാൻ അങ്ങനെ പെരുമാറിയതിന് എന്നോട് ക്ഷമിക്കണം, ഇനി ഞാനങ്ങനെ ഒന്നും ചെയ്യില്ല, നീ എന്നെ ഒഴിവാക്കാൻ ശ്രമിക്കരുത് എന്നൊക്കെ പറഞ്ഞ് സോറി പറയുന്നു. നമുക്കിടയിൽ ഇനിയൊരു ബന്ധവും വേണ്ട എന്ന് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ എന്ന് ചോദിച്ച് അവൻ അകത്തേക്ക് കയറി പോകാൻ തുടങ്ങിയെങ്കിലും അവൾ സമ്മതിക്കുന്നില്ല. എൻ്റെ ക്യാഷ് തന്നു കഴിഞ്ഞു എന്ന് കരുതി നിന്റെ ബാധ്യതകൾ തീർന്നുവെന്ന് നീ വിചാരിക്കരുത്. നിന്റെ അച്ഛൻ എൻ്റെ അച്ഛനെ കൊന്നതല്ലേ, നിനക്ക് ഈ ജന്മം എന്നോട് കടം വീട്ടാൻ കഴിയില്ല എന്നൊക്കെ അവൾ കരഞ്ഞുകൊണ്ട് പറയുന്നു. നിന്റെ കടം ഞാൻ വീട്ടി കഴിഞ്ഞു, എൻ്റെ അച്ഛനും അതിനുള്ള വില നൽകി കഴിഞ്ഞു, ഇനി ഞാൻ നിനക്കൊന്നും തരാനില്ല എന്ന് പറഞ്ഞ് അവളെ തള്ളി മാറ്റി അവൻ അകത്തേക്ക് കയറി പോകുന്നു. അവൾ പിന്നെയും വാതിലിൽ മുട്ടിക്കൊണ്ട് ജീവിതകാലം മുഴുവൻ എന്നെ നോക്കിക്കോളാം എന്ന് നിന്റെ അമ്മ പറഞ്ഞിരുന്നല്ലേ, നിനക്കെന്നെ ഒഴിവാക്കാൻ കഴിയില്ല എന്നൊക്കെ പുറത്തുനിന്ന് വിളിച്ചു പറയുന്നുണ്ട്. അവൻ പക്ഷെ അതൊന്നും കേൾക്കാത്ത മട്ടിൽ റൂമിലേക്ക് കയറി പോകുന്നു. നേരെ ബാത്റൂമിൽ ചെന്ന് അവൾ കയ്യിൽ കയറി പിടിച്ച ഭാഗം നല്ലതുപോലെ സോപ്പ് തേച്ച് കഴുകുന്നു. മുഖത്തേക്കും വെള്ളം കോരി ഒഴിക്കുന്നുണ്ട്. അവിടെ നിന്നുകൊണ്ട് അവർക്കിടയിൽ സംഭവിച്ചത് എന്താണെന്ന് അവൻ ഓർക്കുന്നുണ്ട്. അവളുടെ സ്കൂളിൽ പഠിക്കുന്ന സമയത്താണ് അവൻ്റെ അച്ഛൻ മദ്യപിച്ച് വണ്ടി ഓടിച്ച അബദ്ധത്തിൽ അവളുടെ അച്ഛനെ കൊന്നത്. വിവരമറിഞ്ഞ് അവനും അമ്മയും കൂടി അവളുടെ വീട്ടിലെത്തി ക്ഷമ ചോദിക്കുന്നു. പക്ഷെ അവരുടെ ബന്ധുക്കൾ അവരെ അവിടെ നിന്ന് ആട്ടിയിരിക്കുന്നു. എനിക്ക് എൻ്റെ അച്ഛനെ തിരിച്ചു തരാൻ പറഞ്ഞ് അവളും കുറെ കരയുന്നുണ്ട്. അച്ഛനെ തിരിച്ചു നൽകാൻ കഴിയാത്തത് കൊണ്ട് കോടതി വിധിക്കുന്ന നഷ്ടപരിഹാരം എത്രയാണെങ്കിലും ഞങ്ങൾ താമസിക്കുന്ന വീട് വിൽക്കേണ്ടി വന്നാലും ലോൺ എടുക്കേണ്ടി വന്നാലും കടം വാങ്ങേണ്ടി വന്നാലും എങ്ങനെയെങ്കിലും അത് മുഴുവൻ തന്നു തീർത്തുകൊള്ളാം, ഞാനും എൻ്റെ മകനും ജീവിതകാലം മുഴുവൻ നിന്നെ സംരക്ഷിച്ചുകൊള്ളാം എന്നൊക്കെ അന്ന് അവൻ്റെ അമ്മ അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് വാക്ക് കൊടുക്കുന്നു. സ്കൂളിൽ അവൻ്റെ അതേ ക്ലാസ്സിൽ തന്നെയാണ് അവളും പഠിക്കുന്നത്. അച്ഛൻ മരിച്ച് കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് അവൾ പിന്നെ സ്കൂളിലെത്തിയത്. ആ സമയത്ത് അവൻ സോറി എഴുതിയ ഒരു പേപ്പർ അവളുടെ ഡെസ്കിന് മുകളിൽ കൊണ്ടുവച്ചെങ്കിലും അവൾ അതൊന്ന് തുറന്നു നോക്കാൻ പോലും തയ്യാറാവാതെ തട്ടിക്കളയുന്നു. കുറേ ദിവസത്തെ ക്ലാസ് നഷ്ടമായതുകൊണ്ട് പാഠഭാഗങ്ങളിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് വന്നാൽ മതി, ഞാനതൊക്കെ പറഞ്ഞു തരാമെന്ന് അവൻ അവളോട് പറയുന്നു. അവൾ പക്ഷേ മറുപടി പോലും നൽകാതെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയാണ് ചെയ്തത്. അവർക്കിടയിലുണ്ടായ പ്രശ്നത്തെക്കുറിച്ച് ക്ലാസ്സിലെ മറ്റേ കുട്ടികളും അറിഞ്ഞിരുന്നു. ഒരു കൊലപാതകിയുടെ മകനാണെന്ന രീതിയിൽ അവർ അവനെ കാണാൻ തുടങ്ങിയിരിക്കുന്നു. പലരും അതിനെക്കുറിച്ച് പറയുന്നത് കേൾക്കുന്നുണ്ടെങ്കിലും ഉള്ളിൽ വിഷമം ഒതുക്കി പിടിച്ചുകൊണ്ട് അവൻ നിൽക്കുന്നു. അതൊക്കെ ഓർത്തപ്പോൾ ഇപ്പോഴും അവൻ്റെ കണ്ണ് നിറയുന്നുണ്ട്. ബാത്റൂമിൽ നിന്ന് ഇറങ്ങി അമ്മയുടെ ചിത്രം ഇരിക്കുന്നിടത്തേക്ക് വന്നിരുന്ന അമ്മ പറഞ്ഞ വാക്ക് പാലിക്കാൻ എനിക്ക് കഴിയില്ല എന്ന് വിഷമത്തോടെ അവൻ പറയുന്നു. അവിടെ ഇരിക്കുന്ന സാക്ഷിക്കൊപ്പമുള്ള ചിത്രം കണ്ടപ്പോൾ അവനതെടുത്ത് നോക്കുന്നു. അന്ന് അവൾ തനിക്ക് വേണ്ടി സംസാരിച്ചതും ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചതുമൊക്കെ അവനപ്പോൾ ഓർമ്മ വരുന്നു. അവൻ്റെ മുഖത്തൊരു ചിരി തെളിയുന്നുണ്ട്. അപ്പോഴേക്കും പുറത്ത് ന്യൂ ഇയർ ആഘോഷത്തിൻ്റെ ബഹളം കേട്ടു തുടങ്ങുന്നു. അവൻ കണ്ണൊക്കെ തുടച്ച് ഫോട്ടോ തിരികെ വെച്ച് പുറത്തേക്ക് ഇറങ്ങി ടെറസിൽ പോയി നിന്ന് ഫയർ വർക്ക്സ് കാണുന്നു. സാക്ഷിയും ഈ സമയം ബാൽക്കണിയിൽ നിന്ന് ഫയർ വർക്ക്സ് കാണുകയായിരുന്നു. കുറച്ചുനേരം അത് കണ്ടു നിന്നപ്പോൾ ജാഷുവിൻ്റെ മനസ്സ് ഒന്ന് ശാന്തമാകുന്നതിനാൽ അവൻ ഫോണിൽ ഒരു ഫോട്ടോ എടുക്കുന്നുണ്ട്. ആ സമയത്താണ് ഹാപ്പി ന്യൂ ഇയർ വിഷ് ചെയ്തുകൊണ്ട് അവൾ മെസ്സേജ് അയച്ചത്.
അവൻ തിരിച്ച് വിഷ് ചെയ്തപ്പോൾ ഞാനിപ്പോൾ ഫയർ വർക്ക് കണ്ടുകൊണ്ടിരിക്കുകയാണ്, ചേട്ടൻ എന്ത് ചെയ്യുകയാണ് എന്ന് അവൾ ചോദിക്കുന്നു. അവൻ നേരത്തെ എടുത്ത ഫോട്ടോ അവൾ അയച്ചു കൊടുത്തിട്ട് ഞാനും അത് കണ്ടുകൊണ്ട് നിൽക്കുകയാണ് എന്ന് റിപ്ലൈ ഇടുന്നു. മുമ്പൊന്നും ഒരിക്കലും തോന്നിയിട്ടില്ലാത്ത പോലെ അന്ന് അവളോടൊരു പ്രത്യേക ഇഷ്ടം ഫീൽ ചെയ്തതിനാൽ അവൻ ഫോണിൽ അവളുടെ പേര് സാങ്ഷി എന്ന് സേവ് ചെയ്തിരുന്ന മാറ്റി വളരെ അടുപ്പമുള്ളവർ മാത്രം വിളിക്കുന്ന പോലെ ഷീ എന്ന് ആക്കാൻ തുടങ്ങുന്നുണ്ടെങ്കിലും അവൻ അവളേക്കാൾ പ്രായക്കൂടുതലാണെന്ന് പലതവണ അവൾ അടുത്തിടെ പറഞ്ഞതിനെക്കുറിച്ച് ഓർത്ത് വേണ്ടെന്ന് വെക്കുന്നു. അന്നവൾ അവിടെ ഒട്ടിച്ചു വെച്ചിട്ട് പോയ സ്റ്റിക്കി നോട്ടുകളെല്ലാം കൂടി ഇപ്പോൾ അവൻ ഒരുമിച്ച് വെച്ചിരിക്കുകയാണ്. റൂമിലെത്തി ഫ്രഷ് ആയ ശേഷം അവനതെടുത്ത് വെറുതെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് എൻ്റെ വിവാഹം തീരുമാനിച്ചു, ഞാൻ നിങ്ങളെയൊക്കെ തോൽപ്പിച്ചു എന്ന് പറഞ്ഞ് ഫെയ് അവരുടെ ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ടത്. ജാഷു മെസ്സേജ് കണ്ടെങ്കിലും ആദ്യം റിപ്ലൈ ഒന്നും നൽകുന്നില്ല. അപ്പോഴാണ് നീയൊക്കെ ഉറക്കമായി എന്ന് അവൻ വേണ്ടി ചോദിച്ചത്. ജാഷു റിപ്ലൈ ഇട്ട ഉടൻ ഫെയ് അവൻ്റെ ഫോണിലേക്ക് വിളിക്കുന്നു. ഗേൾ ഫ്രണ്ടിനെ അന്ന് പ്രപ്പോസ് ചെയ്ത വിവരം ഫെയ് സന്തോഷത്തോടെ പറയുന്നു. എങ്ങനെയാണ് പ്രപ്പോസ് ചെയ്തതെന്നും അവൾ എസ് പറഞ്ഞതെന്നുമൊക്കെ അവൻ വിവരിച്ച് പറയുന്നു. നീ എപ്പോഴും എൻ്റെ ഒപ്പം സിംഗിൾ ആയിരിക്കാമെന്ന് പറഞ്ഞിട്ട് വാക്ക് തെറ്റിച്ചത് മോശമായി പോയി എന്ന് ജാഷു തമാശയായി പറയുന്നു. അതന്ന് ഞാൻ ഫ്രണ്ട്ഷിപ്പിൻ്റെ പേരിൽ വെറുതെ പറഞ്ഞതല്ലേ, നിനക്കിതുവരെ ആരെയും കിട്ടിയില്ലേ, നിനക്ക് ഇന്ന് വരെ ആരുടെ ഫീലിങ്സ് തോന്നിയിട്ടില്ല എന്ന് ഫെയ് അവനോട് ചോദിക്കുന്നു. ആ സമയത്ത് ജാഷുവിൻ്റെ മനസ്സിലേക്ക് സാങ്ഷിയുടെ മുഖം വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ മറുപടി പറയാൻ കുറച്ച് വൈകുന്നു. നിന്റെ ഈ സൈലൻസിൽ നിന്ന് നിന്റെ മനസ്സിൽ ആരോ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ആരാണത്? എന്നോട് പറയാൻ ഫെയ് നിർബന്ധിച്ചെങ്കിലും ആരുമില്ല, നമുക്ക് പിന്നെ സംസാരിക്കാമെന്ന് പറഞ്ഞ് അവൻ വേഗം ഫോൺ കട്ട് ചെയ്യുന്നു. ഫോൺ വെച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ എന്തൊക്കെയാണ് ചിന്തിക്കുന്നത് എന്ന് അവൻ ചെറിയ കുറ്റബോധത്തോടെ പറയുന്നു. അവളെക്കുറിച്ച് അങ്ങനെ ചിന്തിക്കുന്നത് തന്നെ തെറ്റാണ് എന്നവൻ പറയുന്നുണ്ട്. സാങ്ഷി അടുത്ത ദിവസം അവന് നൽകാൻ എന്തോ വാങ്ങുന്നുണ്ട്, അതുമായി അവൻ്റെ കമ്പനിയിലേക്ക് വരികയാണെന്ന് അവൾ അവന് മെസ്സേജ് ഇടുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് മിങ്ങും ഷെങ്ങും കൂടി അവർക്കരികിലേക്ക് വന്നത്. ഷെങ്ങും വേവയും കൂടി സംസാരിക്കുന്ന സമയത്ത് മിങ് അവൾക്കരികിലേക്ക് ചെല്ലുന്നു. അവളുടെ അടുത്തുണ്ടായിരുന്ന വാങ് അവനെ കണ്ടപ്പോൾ തന്നെ ഹായ് പറയുന്നു. ന്യൂ ഇയർ സെലിബ്രേഷന് നീ വന്നില്ലല്ലോ, അതിന് പകരം നമുക്ക് ഈ വീക്കെൻഡിലൊന്ന് കൂടിയാലോ എന്നവൻ സാങ്ഷിയോട് ചോദിക്കുന്നു. എക്സാം എടുക്കാറായില്ലേ, അത് കഴിഞ്ഞിട്ട് അതിനെക്കുറിച്ച് ആലോചിക്കാം എന്നവൾ പറഞ്ഞപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ബാർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്, എക്സാം കഴിയുമ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടി അവിടെ പോയാലോ എന്നവൻ ചോദിക്കുന്നു. അതിനെക്കുറിച്ചൊക്കെ എക്സാം കഴിഞ്ഞിട്ട് തീരുമാനിക്കാം എന്ന് ഷെങ് പറയുന്നു. അതിനുശേഷം അന്ന് രാത്രി ഭക്ഷണം കഴിക്കാൻ പോകുന്നതിനെക്കുറിച്ച് അവർ പ്ലാൻ ചെയ്യുന്നുണ്ട്. പക്ഷേ എനിക്ക് എൻ്റെ ഒരു ബ്രദറിനെ കാണാനായി പോകണം, അതുകൊണ്ട് ഞാൻ വരുന്നില്ല, ഇപ്പോൾ തന്നെ പുറപ്പെടുകയാണെന്ന് പറഞ്ഞ് സാങ്ഷി അവരോട് യാത്ര പറഞ്ഞു പോകുന്നു. ജാഷു ഒരു മീറ്റിംഗിലായിരുന്നതിനാൽ മീറ്റിംഗ് കഴിഞ്ഞപ്പോഴാണ് സാങ്ഷിയുടെ മെസ്സേജ് കണ്ടത്. നീ ഇപ്പോൾ എവിടെയാണെന്ന് ചോദിച്ച് അവൻ അവൾക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോഴാണ് അവനെ കാണണമെന്ന് പറഞ്ഞ് ജിയാങ് താഴെ വന്ന് പ്രശ്നമുണ്ടാക്കുന്നു. അവളെ അകത്തേക്ക് കടത്തിവിടരുതെന്ന് സെക്യൂരിറ്റിയെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് സിയുൻ അവനെ അറിയിച്ചത്. സാങ്ഷി അങ്ങോട്ടേക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞതിനാൽ ജിയാങ് അവളെ കണ്ട് ഉപദ്രവിച്ചാലെന്ന് പേടിച്ച് അവൻ ഉടനെ തന്നെ അവളുടെ ഫോണിലേക്ക് വിളിച്ചുകൊണ്ട് താഴേക്ക് പോകാൻ തുടങ്ങുന്നു. ലിഫ്റ്റിന് മുന്നിൽ നിൽക്കുമ്പോൾ സാങ്ഷി താഴെ കൂടി ഓടി വരുന്നത് അവൻ കാണുകയും ചെയ്യുന്നു. അവൻ പിന്നെയും അവളുടെ ഫോണിലേക്ക് ട്രൈ ചെയ്തുകൊണ്ട് വെപ്രാളപ്പെട്ട് താഴേക്ക് ചെല്ലുന്നു. പക്ഷേ ലിഫ്റ്റ് തുറക്കുന്ന ഭാഗത്ത് തന്നെ ജിയാങ് അകത്തേക്ക് കയറണമെന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കുകയാണ്. അതുകൊണ്ട് അവൻ തിരികെ പോയിട്ട് സ്റ്റെയർ വഴി മറ്റൊരു ഡോറിനടുത്ത് കൂടി പുറത്തിറങ്ങുന്നു. അപ്പോഴേക്ക് സാങ്ഷി അവിടെ എത്തുന്നു. അവൻ ജിയാങ്ങിനെ കാണാതെ അവളെ കൊണ്ട് കുറച്ച് മാറി നിന്നിട്ട് നിന്റെ ഫോൺ എവിടെയെന്ന് ചോദിക്കുന്നു. ഇന്നലെ രാത്രി ഞാൻ ഫോൺ ചാർജ് ചെയ്യാൻ മറന്നുപോയി, അതുകൊണ്ട് ഓഫായി പോയി, വരുന്ന കാര്യം ഞാൻ മെസ്സേജ് അയച്ചിരുന്നല്ലോ എന്ന് അവൾ പറയുന്നു. ഞാൻ കുറച്ച് തിരക്കിലായിരുന്നു, അതുകൊണ്ട് ഞാൻ കണ്ടില്ല. ഇനി ഇങ്ങനെ എൻ്റെ കമ്പനിയിലേക്കും വീട്ടിലേക്കും ഒന്നും നീ ഇടയ്ക്കിടെ ഓടി വരരുത്, വരികയാണെങ്കിൽ തന്നെ നേരത്തെ പറഞ്ഞിട്ട് വേണം വരാൻ എന്നവൻ പറയുന്നു. ജിയാങ് അവളെ കണ്ട് ഉപദ്രവിച്ചാലോ എന്ന് പേടിച്ചാണ് അവനങ്ങനെ പറഞ്ഞത്. പക്ഷേ താൻ അവിടേക്ക് വരുന്നത് ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് അവനങ്ങനെ പറയുന്നതെന്നാണ് അവൾ കരുതിയത്. അതുകൊണ്ട് തന്നെ അവൾ ആകെ മൂഡ് ഓഫ് ആകുന്നു. ഭക്ഷണം കഴിച്ചു എന്നവൻ ചോദിച്ചപ്പോൾ കഴിച്ചു എന്നവൾ കള്ളം പറയുന്നു. ജിയാങ് ഇടയ്ക്കിടെ അവൻ്റെ വീട്ടിൽ ചെന്ന് പ്രശ്നമുണ്ടാക്കുന്നതിനാൽ അവളെ വാച്ച് ചെയ്യാനായി ഡോറിൽ ഫിറ്റ് ചെയ്യാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു ചെറിയ ക്യാമറ അവന് നൽകാനായിരുന്നു അവൾ വന്നത്. ഇത് ഡോറിൽ ഫിറ്റ് ചെയ്ത് വെക്കണം, അതിൽ നിന്ന് പോലീസിനെ വിളിക്കാനുള്ള സംവിധാനവുമുണ്ട്, ഇത് തരാനാണ് ഞാൻ വന്നത് എന്ന് പറഞ്ഞ് അവൾ അതവനെ ഏൽപ്പിച്ചിട്ട് ഉടനെ തന്നെ തിരികെ പോകുന്നു. അവൾ വിഷമിച്ചാണ് പോകുന്നതെന്ന് അവന് മനസ്സിലാകുന്നില്ല. ജാഷു തന്നെ ഒഴിവാക്കാൻ ശ്രമിക്കുകയാണെന്നൊക്കെ ചിന്തിച്ച് സാങ്ഷി ആകെ വിഷമിച്ച് കോളേജിലേക്ക് പോകുന്നിടത്ത് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. എപ്പിലോഗിൽ ജാഷു അന്ന് രാത്രി വീട്ടിലെത്തിയപ്പോൾ സാങ്ഷി നൽകിയ ക്യാമറ ഡോറിൽ ഫിറ്റ് ചെയ്ത് വെക്കുന്നതും ഫോണുമായി കണക്ട് ചെയ്യുന്നതും കാണിക്കുന്നുണ്ട്. നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.